ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സിന്ധമാളോസിന്റെ ഒരു എന്താ വീഡിയോയാ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഒരു വഴി വരെ പെട്ടെന്നൊരു യാത്ര അല്ലേ? പെട്ടെന്നൊരു യാത്ര പോണ്ടി വന്നു. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള സ്ഥലത്തോട്ടായോണ്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ഹാപ്പിയാ ഭയങ്കര അല്ലേ? നമ്മുടെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ, കുറച്ച് ദിവസം നമുക്ക് മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കഴിച്ചു കുടിക്കാം. അത്രേ ഉള്ളൂ. ഈ എന്നെ നോക്കാനല്ലേ കർക്കിടക മാസം പിടിച്ച് സ്വന്തക്കാരുടെ ബന്ധക്കാരുടെ വീട്ടിൽ പോയി ഒരു 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാതെ നമ്മൾ കേരളത്തിൽ പോകണം. ഇതിപ്പോ നമ്മള് കഞ്ഞിയല്ല, വേറെ സാധനം കഴിക്കാനാണ്. അതെ, കർക്കിടക കഞ്ഞി നിർത്തിയിട്ട് നമ്മള് വേറെ വെറൈറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. എന്തായാലും നമുക്ക് പോകുന്ന എവിടെയാ എന്നാന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ നക്ഷത്രപ്പഴം ഇല്ലേ, അതനുസരിച്ച് തന്നെ ഈ കയറി വരുന്ന വഴി കിടക്കുന്നുണ്ടോ? ഇന്നാ ഞങ്ങള് കണ്ട് ഞാനും സുസ്മി ചേച്ചിയോട് കുറച്ച് ഓരോന്ന് ഇൻവൈറ്റ് ചെയ്തായിരുന്നു സംഘത്തിൽ. പുളിയും മധുരം എല്ലാം നല്ല എസ്റ്റേറ്റ് ഉണ്ടാ സാധനം. എല്ലാ എസ്റ്റേറ്റ് സായിപ്പ്മാർ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് ഒക്കെ ഇതൊക്കെ അവരെല്ലാം ഉണ്ട്. അടിപൊളിയാ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ സുസ്മി ചേച്ചി പറഞ്ഞു ഞാൻ ആദ്യം വേറൊരു നമ്മുടെ തങ്കപ്പന്റെ വീട്ടിൽ അവിടെ നിൽക്കത്തില്ല പഴം, അത് ഭയങ്കര വിലയായി ഇവിടെ. അതെന്നാ പറയാ, മുട്ടപ്പഴം അല്ല, മുട്ടപ്പഴം അല്ല, അയ്യോ അവക്കാടോയോ, അതന്നെ അതന്നെ. അത് കൊടന്നിട്ട് അതിനകത്ത് ഇങ്ങനെ, പക്ഷെ ഞങ്ങളൊക്കെ അത് വെറുതെ വിലയാ. അതെ, അപ്പൊ ഓട്ടം പിടിച്ചിട്ടുണ്ട്. അതിന് അവക്കാടോ എന്ന് പറയുന്നത് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, അപ്പൊ എന്തായാലും അതിങ്ങനെ നല്ല ടേസ്റ്റ്, നല്ല ഗുണമുള്ള സാധനം. അത് സായിപ്പന്മാർ വെച്ച മരം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചിലതൊക്കെ നശിച്ചുപോയിട്ടുണ്ട്. ബംഗ്ലാവിന് നമ്മുടെ അവര് മനോരമാരുടെ ബംഗ്ലാവിന് ചുറ്റുമൊക്കെ ഉണ്ടായിരുന്ന സാധനം. അതിപ്പോ ഇങ്ങനത്തെ പഴങ്ങള് എല്ലാം ഉണ്ടായിരുന്നു. അതെ, പക്ഷെ നമ്മുടെ അവിടെ അത് ഭക്ഷണം വരുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആരും തിന്നത്തില്ല, വെറുതെ കളയുമായിരുന്നു. പഠിപ്പിക്കും, നല്ലപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തിന്നുമായിരുന്നു കേട്ടോ. ഞങ്ങളാരും തിന്നത്തില്ലായിരുന്നു സത്യം. പാലും പഞ്ചസാരം ഇട്ടിട്ട് സരമ വില്ലേജ് അടിച്ചു തരുമായിരുന്നു, നല്ല സൂപ്പറാന്ന് പറഞ്ഞു തിന്നുപൊടിയൊക്കെ ഇട്ട്. പക്ഷെ കഴിച്ചിട്ടില്ല. ഇപ്പം അതിന്റെ വിലയും അതിന്റെ ഗുണവും ഒക്കെ കേട്ടപ്പോ ഓർക്കും, ദൈവമേ ചുമ്മാ കിട്ടിയപ്പോ നമ്മള് കളഞ്ഞല്ലോ. അതെ അതെ. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ആരും മിസ് ചെയ്യാണ്ട് കാരണം പിന്നെ വേറെ നമുക്കൊരു ദുഃഖകരമായ ഒരു വാർത്ത നമുക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കറിയാലോ, നമ്മുടെ അർജുൻ ഇതുവരെ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. അപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി എന്നാണെന്നും, അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ചെയ്യാവുന്നത് എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ സംഗതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ദുഃഖവാർത്തയുണ്ട്, എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. അതെ, എന്നാ പറയണ്ടേ, പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റുമോ? എന്നാന്നല്ലേ മാനസികാവസ്ഥ ഒരു ഭയങ്കര അവസ്ഥയാണ്. വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞല്ലേ ഈ സംഭവം ഉണ്ടാവും. ഭാര്യയുടെയും പെങ്ങളൂച്ചിന്റെയും അമ്മയുടെയും ഒക്കെ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് നിയന്ത്രണം കിട്ടും. ഒരു ശകലം ഇതായിട്ട് നിൽക്കുന്ന പെങ്ങളൂച്ച് കുടുംബം അങ്ങനെ പോകുന്നിപ്പോ, അതൊക്കെ എല്ലാം തളർന്നു. എല്ലാം ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അതേ ഭാഗത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓട്ടോ ഇട്ട് വരും 1:45 നമുക്ക് ഇവിടുന്ന് ഉപ്പുതറന്ന് തന്നെ ഒരു വിമാനം അല്ല നല്ല വിമാനം, സോറി അയ്യോ ഇത് വിമാനത്തിലാണ് പോകുന്നത് അല്ല കേട്ടോ, നമ്മുടെ വിമാനം ഉപ്പുതറയിൽ തന്നെയുണ്ട്. അത് നമ്മൾ കുമളിയിൽ ചെല്ലും. കുമളിയിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിന് കയറുന്നത്. അപ്പോൾ പോകാനുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചയെ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ എങ്ങനെയാണെന്നുള്ളതെന്ന് പറയത്തില്ല. കാലിനുവേദനയാണോ മുട്ടിനുവേദനയാണോ തൊണ്ടയ്ക്ക് വേദനയാണോ എന്താ വേദന വരുന്നത് തീർത്തില്ല, എന്തായാലും നമ്മൾ പോകും അല്ലേ? അപ്പോൾ വായും. കഴിഞ്ഞ ദിവസം ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കി പറയാണ്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ശർക്കരയിൽ കുഴച്ചാൽ മതി സിന്ധുമേ, ശർക്കരപ്പാനി ചേർത്താൽ മതി സിന്ധുമേ. ശർക്കരപ്പാനി ചേർത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ എളുപ്പത്തിനും പഞ്ചസാര അങ്ങ് ചേർക്കുന്നതൊക്കെയാണ്. പക്ഷേ ശർക്കരയാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം എന്ത് ചെയ്യും, ഞാൻ രാവിലെ തന്നെ കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകും. ചക്കപ്പഴം കിട്ടുമ്പം കുമ്പളപ്പം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഞാനപ്പോൾ ചക്കപ്പഴം വരട്ടി ഇതിനകത്ത് അടച്ച് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 ആഴ്ചയായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത് നന്നായിട്ട് മാവും റവയും ശർക്കരപ്പാനിയും തേങ്ങായും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും ചക്കപ്പഴത്തിൻ്റെ ആയതുകൊണ്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കും. ഇവന് ഇനി ഒരു 2-3 മണിക്കൂർ ഞാനിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് വെക്കും കേട്ടോ, ഇച്ചിരി ഒന്ന് മയം വരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാവിലെ മുതലിങ്ങനെ ഒരു വലിയ മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ നമ്മുടെ പ്രീതിയുടെ അടുത്ത് പോവാണ്. ഇന്നലെ സംഘത്തിലൊക്കെ പോയിട്ട് വൈകിട്ട് സന്ധ്യയായപ്പോഴാണ് കയറി വന്നത്. ഞാൻ സൂസൻ ചേച്ചിയും കൂടെ സംഘമൊക്കെ കൂടി എല്ലാവരും കണ്ടു പറക്കി അപ്പം ഈ കയറി പോന്നു. ഇന്ന് രാവിലെ എനിക്ക് പെട്ടെന്നൊരു ലേശം പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ്, അത് അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നതല്ല, അത് പറയാതിരിക്കുന്നത് ആരത് നല്ലതല്ലേ. പക്ഷേ എൻ്റെ കാശ്
കാശുണ്ടെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് അല്ലേ. എന്തൊരു ലക്ഷങ്ങളാണ് കയറുന്നതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മുടെ ഈ പൈസ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര കാശുകാരിയാന്ന് പറയുന്നതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വെക്കാം, നമുക്ക് അതൊരു സൈഡിൽ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ അതൊന്നുമല്ല, എനിക്കിന്ന് ഒരു ലേശം പൈസ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ പൈസയാണ്, നമ്മൾ സംഘത്തിലോട്ട് അടയ്ക്കുന്ന പൈസ നമുക്ക് കൈവായ്പയായിട്ടും ലോണായിട്ടും ഒക്കെ തരും. കുറച്ച് മതി, ഒരു 2000 രൂപയുടെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ പ്രീതിയുടെ അടുത്ത് വരെ രാവിലെ പോവാം കേട്ടോ. ഇന്നലെ എന്നോട് ചോദിച്ചാൽ വേണോ എന്താണെന്ന് വെച്ചാൽ കയ്യിൽ നമുക്ക് ഇങ്ങനെ ക്യാഷ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ആർക്കെങ്കിലും കൈവായ്പ വേണോ. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു 2000 കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഞാൻ അത് വേണ്ടാന്ന്. പിന്നെ വൈകിട്ട് ഒന്ന് ചേട്ടായി ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു വേണ്ടടി മേടിക്കണമെന്ന്. പക്ഷെ രാവിലെ ഞാൻ ആലോചിച്ച് പുറത്തു 2000 എടുക്കുന്നതിന് 40 രൂപയേ ഉള്ളൂ ഒരു മാസത്തേന് പലിശ. പലിശ നമുക്ക് തന്നെ അല്ല, അതിലൊരു വിധം നമുക്ക് തന്നെ അല്ലേ കിട്ടുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു വന്ന് വാങ്ങിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഇറങ്ങാനായിട്ട് പറയുമ്പോൾ ഒരു പെരുമഴ പെയ്തു. അതുകൊണ്ട് പിന്നെ എന്നാൽ ആ മഴ കഴിയട്ടെ എന്ന് ഓർത്തുകൊണ്ടിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. പോയിട്ട് വന്നിട്ട് അവൾ എങ്ങോട്ടെങ്കിലും കടപ്പുറയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൾ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ പോകും. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇല്ലെങ്കിലോ അവിടെ രാവിലെ തന്നെ പോയി മേടിച്ചോണ്ടൊക്കെ വരട്ടെ കേട്ടോ. അപ്പോൾ പ്രീതിയിലൊക്കെ അടുത്ത് പോയിട്ട് വന്നു കേട്ടോ. ഇതേ പൈസ കൊണ്ട് വെക്കാനായിട്ട് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തെ. നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുന്നതാണോ കള്ളം പറയുന്നതാണോ. 2000 രൂപ ഉണ്ട് കേട്ടോ. 500-ന്റെ 4 നോട്ടുണ്ട്. അത്യാവശ്യം ആയതുകൊണ്ട് മേടിച്ചാട്ടോ. അപ്പം അതവിടെ ഇരിക്കട്ടെ. പിന്നെ വന്ന വഴി നേരെ സൂസമ്മ ചേച്ചിയിലോട്ട് കയറിപ്പോയി കുറച്ച് പിന്നെ ഇലയും കൂടെ പറിച്ചു. പിന്നെ വന്ന് അത് തുറന്ന് പിറക്കി കയറണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. ശരിക്കും വിശക്കുന്നുള്ളൂ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ 2 ഇതും കിട്ടി. ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്. നമ്മുടെ കുമ്പിളൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണിക്കട്ടെ, വായി കാണും. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോൺ താഴ്പോയനെ. അടിപൊളി, സൂപ്പർ. ശർക്കര ഇറങ്ങുമ്പോൾ വേറൊരു കളറാണ് കേട്ടോ. എനിക്ക് ആ വെളുത്ത കളറാണ് ഇഷ്ടം, ഇങ്ങനെ ഈ ഗോൾഡനെ കാട്ടി. അതാ കൂടുതലും ഞാൻ അങ്ങനെ ചെയ്യാറ്. വട്ടയപ്പാണേലും എനിക്ക് ഇങ്ങനത്തെ കളറിനെക്കാട്ടി ഇഷ്ടം മറ്റേ വെള്ള കളർ ഇരിക്കുന്നത്. അതാ ഞാൻ പഞ്ചസാര ഇറക്കുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് നിങ്ങളുടെ എല്ലാവരും പറഞ്ഞത് പോണക്ക് ശർക്കര ചേർത്ത് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട, ഇവനെ കൊണ്ടുപോയി ഒന്ന് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഫാഡ് കിഴക്കട്ടോ. കാരണം എനിക്ക് ഒരു വഴി വരെ പോകണം. ഞാൻ വീണ്ടും പിറകി കെട്ടിക്കൊണ്ടൊരു യാത്ര പോവാണ്. 2 മണിക്കാണ് എൻ്റെ വണ്ടി. അപ്പം അതിന് മുമ്പായിട്ട് ഇവനെ ഒന്ന് തണുത്ത് കിടണം. അതിന് മിനിറ്റ് കൊണ്ട് വെച്ചേക്കുന്ന കേട്ടോ. അപ്പം ഞങ്ങൾ പോകാനുള്ള മുന്നോടിയായിട്ട് ദേ ചേട്ടായി വന്നിട്ടുണ്ട്. ചേട്ടായിയുടെ കുടുക്കയൊക്കെ പൊട്ടിച്ച് പൈസയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും തുണി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു വഴി വരെ പോവാണല്ലേ ചേട്ടായി. എവിടെയാണെന്നൊക്കെ ഉള്ളത് പിന്നീട് അറിയിക്കാം. നമുക്ക് രാത്രി എങ്ങനെയാണ് 12 മണിക്ക് അവിടെ ചെല്ലാൻ പറ്റും. അതെ. അപ്പോൾ എൻ്റെ ബാഗ് ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നു. ചേട്ടയുടെ ബാഗ് ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നു. അപ്പം മദാമ്മയെ പൂട്ടൊക്കെ വരാൻ കാവലായിട്ട് തുണയായിട്ട് ഞങ്ങളെ കൂടെ കണ്ടേക്കണേ. അങ്ങനെ നമ്മൾ ഉപ്പുകാരയിൽ നിന്ന് ബസ്സൊക്കെ കിട്ടി വന്ന് കുമളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. വേണ്ടേ, എല്ലാ ദൈവങ്ങളെയൊക്കെ വെച്ച് ഒരു വണ്ടിയാണ് കിട്ടിയേക്കുന്നത്. പുത്തൻ വണ്ടിയാണ് കേട്ടോ. സീറ്റ് കവർ പോലും മാറ്റിയിട്ടില്ല, മറ്റേ പ്ലാസ്റ്റിക് കവറുകൾ പോലും മാറ്റിയിട്ടില്ല. ചേട്ടായും ഉണ്ട്, ഞാനും ഉണ്ട്. ആരും വേറെ ഒറ്റ മനുഷ്യരും ഇല്ല. ഞങ്ങൾക്ക് മാത്രമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് ഒരുക്കിയിട്ട വാഹനമാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും വരട്ടല്ലേ. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ കുമളിയിൽ നിന്ന്. ഇപ്പം ഈ ഭാഗമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കമ്പോ ആണല്ലോ സിന്ധുമ്മ, ഇത് കൂടല്ലൂരാണല്ലോ സിന്ധുമ്മ, അങ്ങനെ അറിയാവുന്നവരൊക്കെ കമൻ്റ് ഇടും. ഇവിടെ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ്. നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ഈ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, താമസിക്കുന്നതൊക്കെ ഒരു ഏരിയയിലായിരിക്കും, ബാക്കി ഉള്ളിടമൊക്കെ കൃഷിയായിരിക്കും. ഇതുണ്ടോ അവിടെ ഒരു അമ്പലം മാതിരി എന്തോ കണ്ടോ, അമ്പലം തന്നെയാണ്. ഇതിനിടയിൽ കൂടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്താൽ പെട്ടെന്ന് കേട്ടോ. ഇപ്പം നല്ല മൂഡിലൊക്കെയാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് ഓഫ് ആകുന്നതെന്ന് അറിയില്ല. ഓഫ് ആകുന്നിടം വരെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് ക്യാമറയൊക്കെ സെറ്റാക്കി കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആകാശവും അതുപോലെ തെങ്ങും തോപ്പുകളും വാഴത്തോപ്പുകളും മുന്തിരിപ്പാടങ്ങളും. ഇത് എന്തുവാ, വാഴത്തോട്ടമാണോ ചോളമാണോ മുന്തിരി എന്നതാണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ കണ്ണാടി വെക്കാൻ എഡിറ്റ് ചെയ്യാനിരിക്കുവാണ്, അതുകൊണ്ടാണ്. കണ്ണാടി വെച്ചാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര പോകുന്നത് ചേട്ടായുടെ ഒരു കൂടെ ജോലി ചെയ്ത് ചേട്ടായുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവർ താമസിക്കുന്നത് തമിഴ്നാട്ടിലെ പല്ലടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമുക്ക് ഈ പേർക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ചിരിയും കൗതുകവും ഒക്കെ തോന്നും. ഉപ്പ് തറയെന്ന് പറയുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും നിങ്ങളുടെ നാട്ടിൽ മൊത്തം ഉപ്പിൻ്റെ തറയാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ കണക്ക് പല്ലിടം അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൗതുകമൊക്കെ തോന്നും.
അതൊന്നും സാരമില്ല, നമുക്ക് എന്തായാലും പോകാം. അങ്ങ് ദൂരെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പോകുമ്പോഴേ ഇത് കൂട്ടൊക്കെ കാണാൻ പറ്റുമേ. ഞങ്ങൾ ഇതിൽ മിക്കവാറും എന്ന് പറഞ്ഞ യാത്ര ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിലും നേരത്തെ ചേട്ടൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇതിലെ തമിഴ്നാട്ടിലേക്ക് ഒത്തിരി യാത്രകൾ പോകാറുള്ളൂ കേട്ടോ. ചേട്ടായിക്ക് ഒത്തിരിയും ചേട്ടയുടെ എസ്റ്റേറ്റിൽ ജോലി ഉണ്ടായിരുന്ന ഒത്തിരിയും പരിചയക്കാരും ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അരുൺ സാർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ നാളെ അമ്മൂനെയും കൊണ്ടൊക്കെ നമ്മൾ അരുൺ സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴത്തേനും നല്ല വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തന്നു ഇളക്കിയിട്ട്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും വായിക്കാന്ന് പോകുന്നില്ല, മനസ്സിന്ന് പോകുന്നില്ല. ഈ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പം നമ്മളതൊക്കെ ഓർക്കും. കാരണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും സ്നേഹത്തോടെ നിന്നത് നമ്മൾ എപ്പോഴും അത് ഓർമ്മ വേണം അല്ലേ. എപ്പോഴും ഇല്ലെങ്കിലും നമ്മൾ അതിലേ പോകുമ്പോഴെങ്കിലും ഒന്ന് ഓർക്കണ്ടേ. കണ്ടോ നല്ല രസമില്ലേ തെങ്ങും തോപ്പൊക്കെ കാണാനായിട്ട്. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് ഞാൻ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അങ്ങ് ദൂരെ ഉണ്ടല്ലോ ഇത് കൂട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാറ്റാടി കാണുമ്പോഴും വിമാനം കാണുമ്പോഴും ആനയെ കാണുമ്പോഴും ഒക്കെ നമ്മുടെ കണ്ണറിയാണ്ട് നോക്കിപ്പോകും. പിന്നെ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക ഭയങ്കര റോഡ് സെറ്റാണ് കേട്ടോ, അടിപൊളി. ഇതിലെയൊക്കെ നമ്മുടെ ഡിയോകൂട്ടനെ കൊണ്ടൊന്ന് പറക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നടക്കത്തില്ലല്ലോ. ഇത്രയും ഇവിടൊന്നും ചേട്ടാനെ വിടിയല്ല. ഇവിടെയൊക്കെ ഞാറ് നട്ടിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് അരിക്ക് വേണ്ടിയിട്ട് നെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാറ് നട്ടിട്ട് വെള്ളമൊക്കെ കയറ്റിയിട്ട് സെറ്റാക്കിയിട്ടിരിക്കുന്നു. കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കൗതുകവും രസവും ഒക്കെ തോന്നും. ഇപ്പോഴല്ലേ നമ്മളല്ലേ ഇങ്ങനെയൊക്കെ കാണാത്ത. ഉപ്പേറിലൊക്കെ നേരത്തെ കണ്ടവും നെല്ലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഞാറ് നടാനൊക്കെ പോകുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലോട്ട് വന്നു. പുതിയാത്തുകാരുടെ കണ്ടം എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ വേലി കെട്ടിത്തിരിച്ചിട്ടേക്കുന്ന ഓരോരുത്തരുടെ വസ്തുവല്ലോ ആയിരിക്കും കേട്ടോ. ഒന്നും അറിയത്തില്ല, ഞാനങ്ങ് പറയായിരുന്നു. നമുക്ക് ഇവിടെയെങ്ങാനും ഒരു 2 ഏക്കർ സ്ഥലമൊക്കെ മേടിച്ച് ഒരു കുഴലും വെച്ച് ഇവിടോട്ടെങ്ങാനും കൂടിയാലോ. ഇവിടേക്കാണ് താമസിക്കുന്നതിന് വലിയ പാടും ബുദ്ധിമുട്ടുകളും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പച്ചക്കറിക്ക് സാധനങ്ങൾക്കും എല്ലാത്തിനും വില ഭയങ്കര കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിയത്തില്ല കേട്ടോ, ഓരോ നാട്ടിലും ജീവിക്കണതിൽ ഓരോ ഇതും കാണുമായിരിക്കും അല്ലേ, അതിൻ്റേതായ കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. എന്തായാലും എനിക്കിവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കാണാനും ഒരു ഇഷ്ടമാണ്, യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. നോക്കി ഒരേ സൈസ് തന്നെ കൂണുമാരിയുള്ള വീടുകളുണ്ടോ നിങ്ങൾ? അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തത്. കണ്ടോ, കൂണുമാരി തന്നെ ഇരുന്ന് ആ വീടുകൾ കാണാനായിട്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പുളിമര മാത്രം നിൽക്കും. ചില സ്ഥലത്താണെങ്കിൽ എല്ലാം കൃഷി, ഏത് കൃഷിയാണോ അത് തന്നെ. ഞാനുണ്ടല്ലോ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും കഴിഞ്ഞു പോയി നല്ലൊരു പൂവിൻ്റെ നല്ല അടിപൊളി ഒരു പാടം കണ്ടതായിരുന്നു. എന്നോ ഭംഗിയായിരുന്നറിയാം അത് കാണാനായിട്ട്. പക്ഷേ ഞാൻ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ക്യാമറ നമ്മുടെ കയ്യിൽ ഓണാക്കി സെറ്റാക്കി തന്നെ വെച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ റോഡ് നോക്കിയേ സെറ്റല്ലേ, സൂപ്പറല്ലേ. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഇതിപ്പം കമ്പത്തു നിന്നൊക്കെ എന്നാ പറയുന്നത് ബൈപ്പാസോ അങ്ങനെ വഴിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ പിടിയൊന്നും ഇല്ല. ഞാൻ ചേട്ടനോട് പോയി ചേട്ടായി പറഞ്ഞതെന്നുള്ള അറിവുകളാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ചേട്ടായുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരെന്നാന്നറിയോ, ദൈവം. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ വീട്ടിലോട്ടൊന്നുമല്ല പോകുന്നത്, വേറൊരു ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ചേട്ടനോട് ശരി ജോലി ചെയ്താൽ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയൊരു കാഴ്ച ഞാൻ പറയട്ടെ. എല്ലാവരും ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിപ്പോയി കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇറങ്ങിപ്പോയി. ഒരമ്മയും കുഞ്ഞും അച്ഛനും വല്യമ്മയും കൂടെ ഒരു സീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ചേട്ടനോട് ഭയങ്കര കളിയൊക്കെയായിരുന്നു. ഇതേ ഞാൻ ചപ്പാത്തി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ കുഞ്ഞു ഉറങ്ങിപ്പോയി കേട്ടോ. അവർ വേണ്ട ആ കുഞ്ഞിനെ ഇതേ സീറ്റൊക്കെ എടുത്തിട്ട് അവരപ്പനും വല്യമ്മയും അമ്മയും കൂടെ കഴിക്കാനായിട്ട് ഇറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ എടുത്തിട്ട് കിങ്ങിണിമോളുടെ അത്ര ഉണ്ട് കേട്ടോ കൊച്ചു. എനിക്ക് സങ്കടം വന്നിട്ടേ ചപ്പാത്തിയും കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് തൊട്ട് മുമ്പായിട്ട് അവൾ ഉറങ്ങുന്നതിന് മുമ്പേ ഈ ചപ്പാത്തി വിശക്കുന്നമാരിയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചപ്പാത്തി കൊടുത്തായിരുന്നു കേട്ടോ. ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടാണ് ആൾ കിടക്കുന്നത്, ഉറങ്ങുന്നത്. പിന്നെ അവർ കപ്പ ഇങ്ങനെ പുഴുങ്ങിയത് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും ഞാനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഇങ്ങനെ കിടത്തിട്ട് പോകത്തില്ല. എൻ്റെ ദൈവമേ, ഒരു അറിവായി കഴിയുന്നോളം പറയാം എനിക്ക് എന്തോ ഭയങ്കര പേടി ഇത് കണ്ടു. എന്നിട്ട് ഞാൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ചേട്ടായി വന്നതിന് ശേഷം ഞാൻ ചപ്പാത്തി കഴിച്ചത്. എന്നിട്ട് ഞാൻ ചേട്ടോട് പറയായിരുന്നു, എൻ്റെ ദൈവമേ കണ്ടോ ചേട്ടായി കിടത്തിട്ട് പോയെന്ന്. അത് കഴിഞ്ഞുണ്ടല്ലോ ഇവരെല്ലാവരും ഉറങ്ങിപ്പോയി. കൊച്ചു മടിയിൽ നിന്ന് താഴെ വീണു. എന്നിട്ടും അവരറിഞ്ഞില്ല, കൊച്ചു അറിഞ്ഞില്ല. കൊച്ചു തറയിൽ കിടന്നുറങ്ങുക. കുറേ നേരം കഴിഞ്ഞിട്ട് ആ പെണ്ണ് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. പിന്നെ എടുത്ത് മടി വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഒരു കണ്ടപ്പോൾ ഒരു ഭയങ്കര പേടി തോന്നി. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഉള്ള ഒരു പ്രതീതിയാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ, മഴയൊക്കെ ഒന്ന് മാറി നിൽപ്പുണ്ട്, എന്നാലും മൂടി കൊട്ടി ഇരുണ്ട് അടച്ചാണ് കിടക്കുന്നത് കേട്ടോ. ഇതുകൊണ്ടോ പെയ്യും തോന്നുന്നു. പക്ഷേ പോകുന്ന വഴിക്കൊന്നും മഴയൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ ഈ പ്ലാവുണ്ടല്ലോ കാറ്റടിച്ച് വളഞ്ഞായിരുന്നേ, ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞൊത്തിരി. പക്ഷെ ഇപ്പം നോക്കിയാൽ ഇലയെല്ലാം പഴുത്തേക്കുന്നത്. അപ്പം അടി വേരിനൊക്കെ വരെ ഇളക്കം തട്ടിയിട്ടായിരിക്കും കേട്ടോ. മൊത്തം ഇത് കണ്ടോ, ഇല ഫുള്ളായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടോ.
അയ്യോ ദൈവമേ, നമ്മൾക്കറിയത്തില്ല അല്ലേ, പ്രകൃതിയാണേലും എന്നാ പറയുന്നത്, കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോഴാണേലും ഒക്കെ ഈ ചെടികൾക്ക് വരെ മരങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം വരെ വ്യത്യാസങ്ങളുണ്ടാകുന്നത് അല്ലേ. നമ്മൾ പെരയ്ക്കകത്ത് മഴയും നനയൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇച്ചിരി മഴ വരുമ്പോഴത്തേക്ക് അസ്വസ്ഥതയും കാര്യങ്ങളുമാണ് ഉണ്ടോ മൊത്തം. അതേ എനിക്കത് കണ്ടിട്ടൊരു വിഷമം തോന്നി. ഏതായാലും അത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ സാരമില്ല, മറ്റേ ബഡ്ഡയും മേടിച്ച് വെക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചേനത്തെയൊക്കെ കുഞ്ഞായിട്ട് അവിടെ നട്ടത് കിളുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കണം ജസ്റ്റ് ഒന്ന് ഓർത്തായിരുന്നു, പക്ഷേ പറഞ്ഞോണക്ക് മറന്നുപോയി. കിളുത്ത് കയറുന്നുണ്ട് കേട്ടോ അവിടെ. അത് ഞാൻ പിന്നെ വന്നൊക്കെ കഴിഞ്ഞ ഒരു ദിവസം കാണിക്കാം. വണ്ടിയൊക്കെ ചേട്ടായി സെറ്റാക്കി, എന്നാ പറയുന്നത്, നന്നായിട്ട് നമ്മുടെ മറ്റേ അതിൻ്റെ കവറൊക്കെ ഇട്ട് മൂടിയിട്ട് പിന്നെ പടുതായി ഇട്ട് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ, ഇതിന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, ഇതിന് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ബാക്കിയൊക്കെ നനയുന്നതായതുകൊണ്ട് സാരമില്ലല്ലോ. അപ്പം എന്നാ പറഞ്ഞത്, ചേട്ടായി വീണ്ടും പിന്നെ ബാത്റൂമിലോട്ടൊന്ന് പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിതുകൊണ്ട് വീണ്ടും എടുത്തത് ഉണ്ട്, ഒരു കാക്ക വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ എടുക്കുന്നതൊക്കെ കൂടി ആഡ് ചെയ്യാമല്ലോ. കണ്ടോ കാക്ക ഇരിക്കുന്നത്, ആ ഒരു കമ്പ് ഉണക്കെയാണ്. അത് താഴത്തുകാരുടെ സജീരയൊക്കെ കേട്ടോ ഉണ്ടായിരിക്കുന്നത്. ദൈവം, ഞാനെൻ്റെ കോഴീനെയും കിളിക്കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. 3-4 മുട്ട കിട്ടി കേട്ടോ. ഒന്നരാടം ദിവസം ഇടുന്നത്. നല്ല മേഘമുണ്ട് കേട്ടോ. മേഘം എങ്ങനെയാവും നടത്തില്ല. പിന്നെ നമുക്ക് എന്നാ പറഞ്ഞാലും അർജുൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. ദൈവമേ തമ്പുരാനെ പരീക്ഷിച്ച് ആ കുടുംബത്തിന് സഹിക്കാനുള്ള ശക്തി കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്കും ആ പെങ്ങളൂച്ചും മാത്രം ഒളിപ്പിച്ചിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. ഇനി എങ്ങനെയാവും എന്താവും നടത്തില്ല. ഈ വീഡിയോ വരുമ്പോഴത്തേനും ആ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതിപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ ഇടുമ്പോഴത്തേക്കും എന്നാണേലും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ആവുമായിരിക്കാം. ആ സമയമാകുമ്പോഴത്തേനും അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അറിയണേന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമുക്കതല്ലേ പറ്റത്തുള്ളൂ. ദൈവമേ, നന്നായിട്ട് കാറുണ്ട് കേട്ടോ, നല്ലതായിട്ട് മാറും. ദൈവമേ, ഞങ്ങൾ ചെന്ന് ബസ്സേ കയറുള്ളൂങ്കിലും മഴ പെയ്യാതെ 2 ബസ് ഇറങ്ങി കയറി വേണം പോകാനായിട്ട്. കുമളിയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ബസ് മഴയാണെങ്കിൽ ഭയങ്കര പാടാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. ചേട്ടായി ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ടൊക്കെ വരാം. പോയിട്ട് വന്നിട്ട് നല്ല നല്ല കാര്യങ്ങളും വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.